ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ മെഡിറ്റേഷൻ ഇന്ന് തിങ്കളാഴ്ചയാണ്. സാധാരണ നമ്മൾ തിങ്കളാഴ്ച ഏതാണ് മെഡിറ്റേഷൻ ഉണ്ടാവാറ്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? മണി അട്രാക്ട് മെഡിറ്റേഷൻ. നമ്മളിലേക്ക്, നമ്മുടെ മനസ്സിൽ പണം എന്ന ഒരു കൺസെപ്റ്റ്, ഒരു ചിന്ത ഉണ്ടാവാൻ നമ്മൾ എന്തൊരു സംഗതിയെയും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ യാഥാർത്ഥ്യത്തിൽ വരുന്നത്. കാരണം നമ്മുടെ ചുറ്റിലുമുള്ള പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. പ്രകൃതി നിർമ്മിതമല്ലാത്ത എല്ലാ സംഗതികളും, മരങ്ങൾ, അങ്ങനെയുള്ളതല്ലാത്ത സമുദ്രം, പുഴ, കടൽ, ഇതൊന്നുമല്ലാത്ത നമ്മൾ കാണുന്ന എല്ലാം ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടായ ഒരു സംഗതിയാണ് പിന്നീട് യാഥാർത്ഥ്യമായിട്ട് വന്നത്. ഏതൊരു ബിൽഡിംഗ് ആയാലും എന്ത് വസ്തുക്കൾ, നമ്മൾ മനുഷ്യനിർമ്മിത വസ്തുക്കൾ എല്ലാം ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടായിട്ടുള്ളതാണ്. എന്നാൽ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഈ ഒരു കഴിവ് സൃഷ്ടാവ് കൊടുത്തിട്ടില്ല. നമ്മുടെ മനസ്സിൽ പണമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അത് യാഥാർത്ഥ്യമായിട്ട് മാറുന്നതാണ് കാണുന്നത്. ഞാൻ തന്നെ എപ്പോഴും നിരീക്ഷിച്ച ഒരു സംഗതിയാണ്. കുറച്ചായല്ലോ നമ്മൾ ഈ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട്. ഇതിന്റെ മുന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വയം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പൈസ ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണും. എൻ്റെ ബാഗിലും പേഴ്സിലും എല്ലായിടത്തും പണം നിറഞ്ഞതായിട്ട് കാണുമ്പോൾ പിന്നീട് എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ വന്നത് ആ ഒരു അവസ്ഥയാണ്. പക്ഷെ ഞാനത് മനസ്സിൽ കണ്ടത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരു സമയത്താണ്. പിന്നീട് അതേ അവസ്ഥ എനിക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പൊ ഈ വീട് പണിയൊക്കെ കഴിഞ്ഞ സന്ദർഭത്തിൽ വരെ എവിടുന്നാണ് ഈ പൈസ നമ്മളെ കയ്യിലേക്ക്, ഒരു രൂപയും ഇല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇതൊക്കെ തപ്പുമ്പോൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എവിടൊക്കെയോ പൈസകൾ. അപ്പോ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുവോ, ഇനി ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ലൈഫിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അതിനെ പറ്റിയുള്ള ഒരു അറിവ് നമുക്കില്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ ഇപ്പൊ ശരിയാണോ, ഒക്കെ നടക്കുവോ, ടീച്ചർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള സംശയത്തിലൂടെയുള്ള ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയൂല. എന്നാൽ സംശയമില്ലാത്ത രൂപത്തിലാണ്, ശരിയാണ്, തീർച്ചയായും ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാം ഒരു മനുഷ്യന്റെ മനസ്സിൽ കണ്ട രൂപങ്ങളാണ്, പ്ലാനുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതുകൊണ്ട് ഈ രൂപത്തിലൂടെ നമുക്ക് നമ്മുടെ പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മാറ്റുവാനും നമ്മുടെ ജീവിതത്തിൽ, കാരണം നമുക്കൊക്കെ ചിന്ത ഉണ്ടാവും, ഇപ്പൊ 40 വയസ്സായില്ലേ, 45 50 55. പക്ഷെ വയസ്സൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുത്തുകൊണ്ട് ചിന്തകൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് പ്രായം കൂടുന്നത്. പൊതുവെ നമുക്ക് ചുറ്റിലുമുള്ളവരുടെ സ്വഭാവത്തിൽ നിന്നും അവസ്ഥകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് 60 വയസ്സ്, 70 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സ്, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ മനസ്സിലേക്ക് എടുത്താല് ശരിയാണ്, നമുക്ക് വാർദ്ധക്യം ഫീൽ ചെയ്യും. നമ്മൾ യുവാവാണ്, ഞാനിപ്പോഴും നല്ല ആരോഗ്യത്തിലാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വെക്കാൻ സാധിച്ചാൽ നമുക്ക് പ്രായം തോന്നൂല. പ്രായത്തിൻ്റെതായ അവശതകളും പ്രയാസങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാവല്, നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, നമുക്ക് ശരീരം ബലഹീനമാവും എന്നിങ്ങനെയുള്ള സംഗതികൾ. അപ്പം
പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് പലരുടെയും ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയെ പോലുള്ള നടൻ, മമ്മൂട്ടി തന്നെ 73 വയസ്സായ അദ്ദേഹം എന്തൊരു ചുറുചുറുക്കേടാണ്, എത്രയും ആക്റ്റീവായിട്ടാണ് ഇപ്പോഴും അഭിനയിക്കുന്നത്, നമുക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ 65-ാം വയസ്സിലാണ് KFC അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 94-ാം വയസ്സിൽ മരിക്കുമ്പോൾ ലോക കോടീശ്വരന്മാരിൽ ഒരാളാവാൻ സാധിച്ചു. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എനിക്ക് വയസ്സായി, ഇനി ഞാൻ ജീവിതത്തിൽ നിന്ന് റിട്ടയർഡായി, ഇനി എനിക്ക് ഒന്നിനും കഴിയൂല, എനിക്ക് രോഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, എനിക്ക് ഇനി വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, എന്നിലേക്ക് ഇനി പണം ഒന്നും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റൂല തുടങ്ങിയ ചിന്തകളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ പോകും. ചിന്തകൾക്ക് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മളോട് വേദഗ്രന്ഥങ്ങളും മഹാന്മാരും ഒക്കെ ചിന്തകളെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തും സാധ്യമാവുന്ന രൂപത്തിൽ നമുക്ക് ഈ എനർജി, റൂഹ്, ആത്മാവ് സൃഷ്ടാവ് നൽകുമ്പോൾ എല്ലാം അതിൽ നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഗതി നമ്മളോട് പറഞ്ഞു തരാൻ ആളില്ലാത്തത് കൊണ്ട്, ഇതിന് ഇത്തരം കഴിവുകൾ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ പോയി നല്ലൊരു സുന്ദരമായ ജീവിതത്തെ ഒന്നും അല്ലാതാക്കണം. അപ്പൊ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യണമെങ്കിൽ, ജീവിതം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഒന്നാണ് പണം എന്നുള്ളത്. ഈ പണം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ലാവിഷായി ഒരു ബോറിങ്ങും ഇല്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കാൻ കഴിയും. കാരണം ഈ പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായവ്യത്യാസമില്ലാതെ ടൂറുകളൊക്കെ പോകുന്ന ഒരു കാലമാണ്. വ്യത്യസ്ത പ്രദേശങ്ങൾ, വ്യത്യസ്ത നാടുകൾ ഒക്കെ കാണാൻ സാധിക്കണമെങ്കിൽ അത് നമുക്ക് ഏത് ഏജിലും, ഞാൻ പറഞ്ഞ മാതിരി മനസ്സിനെ നമുക്ക് യുവത്വത്തിലേക്ക് കെട്ടാൻ സാധിച്ചാൽ, ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്, എന്റെ മരണം വരെ ഞാൻ ആരോഗ്യത്തോടു കൂടി ജീവിക്കും, എനിക്ക് വയസ്സ് ഒരു പ്രശ്നമല്ല, അതൊക്കെ ഒരു നമ്പർ മാത്രമാണ് എന്ന് നമ്മൾ ചിന്ത കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ലൈഫിനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും. മറ്റൊരു 65-60 കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കയറുകയാണ്, എനിക്ക് വയസ്സായി, എനിക്കിനി പല അസുഖങ്ങളൊക്കെ വരും, എനിക്കിനി ആശുപത്രിയിലേക്ക് ഇങ്ങനെ ടെസ്റ്റ് കാര്യങ്ങൾ പോയാൽ മതി. അപ്പോഴത്തേക്ക് ഒരുപാട് വിഷമങ്ങളും നമ്മളെ വേട്ടയാടും. കാരണം ഈ ഏജില് ചെറുപ്പം മുതൽക്കേ ഉള്ള പല പ്രശ്നങ്ങളും പല സങ്കടങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടഞ്ഞ് അത് റിമൂവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു വിഷമിക്കുന്ന അനുഭവം നമ്മളെ ലൈഫിൽ ഉണ്ടായാൽ അതിന് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് കളയട്ടെ എന്നുള്ള ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് EFT പഠിച്ചവർക്ക് സുഖമാണ്. നമ്മുടെ ഇത്തരം വിഷമിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. അല്ലാത്തവര് ഓരോ അനുഭവങ്ങളും ഒന്നിനൊന്ന് മീതെ വിഷമങ്ങളായിക്കൊണ്ട് ഉള്ളിലേക്ക് പോയി എന്നിട്ട് നമുക്ക് അസ്വസ്ഥമായിട്ടുള്ള ചിന്തകൾ വരികയും, ഏജ് മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഉള്ളിൽ എന്താണോ പിടിച്ചത്, നമ്മുടെ റൂഹിൽ, ആത്മാവിൽ എന്താണോ പിടിച്ചത് അത് വളരും. അത് വളരുന്നതിനനുസരിച്ച് നമുക്ക് പ്രയാസങ്ങളും കൂടും. ഇത്തരം സംഗതികളിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിന് രോഗമുണ്ടാവുന്നത് എന്ന് നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് രോഗമില്ല, മനസ്സിന് ദുഃഖമുണ്ടെങ്കിൽ, അസ്വസ്ഥതയുണ്ടെങ്കിൽ നമുക്ക് രോഗമുണ്ട്, സാമ്പത്തിക പ്രയാസമുണ്ട്. സമ്പത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടൂല. നമ്മൾ നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളിലേക്ക് പണം അട്രാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലാവിഷായി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏത് രൂപത്തിലൂടെ മുന്നോട്ട് നീക്കണം എന്ന് നമ്മുടെ തീരുമാനപ്രകാരം നീക്കാൻ കഴിയും. പൊതുവെ നമ്മൾ ഇത്തരം അറിവുകളുടെ അഭാവം കാരണം നമ്മൾ ചിന്തിച്ചത്, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയൂല, എനിക്ക് പണമുള്ളൊരവസ്ഥയിലേക്ക് എത്താൻ കഴിയൂല, ഞാൻ ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്കിനി ജീവിതത്തിലൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല, ഞാൻ ഇനിയിപ്പോ ഇങ്ങനൊക്കെ ജീവിച്ച് മരിച്ചു പോയാൽ മതി
എനിക്ക് സൃഷ്ടാവ് എൻ്റെ ഉള്ളിൽ വളരെ വാല്യബിൾ ആയിട്ടുള്ള ആ എനർജി, ആത്മാവ് എനിക്ക് തന്നിട്ടുള്ളത് അതിനെ ഉപയോഗപ്പെടുത്തണ്ട. ഒരു വ്യക്തി പാവപ്പെട്ട ഫാമിലിയിൽ ജനിക്കല് പാവപ്പെട്ട ഫാമിലിയിൽ ജനിക്കല് സ്വാഭാവികമാണ്. എന്നാൽ ആ പാവപ്പെട്ട അവസ്ഥയിൽ മരിക്കല് അയാളുടെ എനർജിയെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. കാരണം ഈ രൂപത്തിലുള്ള ചിന്തകളും വിഷ്വലൈസേഷനും, അതായത് മനസ്സിൽ കാണലും ഗോൾ സെറ്റിങ്ങും പിന്നെ മാനിഫെസ്റ്റേഷൻ എന്നിങ്ങനെയുള്ള ഒരുപാട് ട്യൂണുകൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ. ഇത്തരം സംഗതികൾ തൊട്ടുള്ള അറിവ് ഇല്ലായ്മ കാരണം നമ്മൾ സാമ്പത്തികമായി പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് നമ്മളിലേക്ക് പണം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ നമ്മൾ ഇങ്ങനെ ദുഃഖിച്ചും കഷ്ടപ്പെട്ടും എന്തിനാണ് സൃഷ്ടാവ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം നൽകിയത്, എന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വീടുണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള പണം എന്നിലേക്ക് ഒഴുകുന്നില്ലല്ലോ എന്നിങ്ങനെ നെഗറ്റീവുകൾ കൊടുത്ത് ചിന്തകൾ കൊടുത്ത് നമ്മുടെ ലൈഫ് ഒന്നുമല്ലാത്തൊരു അവസ്ഥയിൽ കൂടുതൽ പണത്തിന് പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഒരുപാട് ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് സാധിക്കാം. ഈ വിഷ്വലൈസേഷൻ എന്ന ടെക്നിക്ക് ഒരുപാട് ആളുകളിൽ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഒരുപാട് വ്യക്തികളിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വിഷ്വലൈസേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത്രയും സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടാവ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മളെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും ഇതൊക്കെ മനസ്സിലിട്ട് താലോലിച്ച് കൊണ്ടു നടന്ന് എന്നോ ആരോ പറഞ്ഞതും എന്നോ ആരൊക്കെയോ ചെയ്തതും അതൊക്കെ വിട്ടുകൊടുക്കാതെ, മനസ്സിൽ നിന്നും അതൊന്ന് റിമൂവ് ചെയ്യാതെ, ക്ഷമിച്ചു കൊടുക്കാതെ ഇതെല്ലാം കെട്ടിവെച്ച് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളിലൂടെ പോവാം. ഇതൊക്കെ നമുക്ക് ദോഷമായിട്ടാണ് മാറുക. ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് പണവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ഒന്നും നേടാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമുക്കുള്ള ഇത്തരം അനുഗ്രഹങ്ങളെ തടയപ്പെടുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പറയും, എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പണം ഉണ്ടാവാനുള്ള ഒരു ഭാഗ്യം എനിക്കില്ല, എനിക്ക് കഷ്ടപ്പാടിലൂടെ പോവാനാണ് ദൈവം വിധിച്ചത്, എൻ്റെ അള്ള വിധിച്ചത്, എൻ്റെ യേശു എനിക്ക് കണക്കാക്കിയത്, എൻ്റെ യോഗം ഇതാണ് എന്നിങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിന് വിധി എഴുതും. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്നുള്ള വിധിയല്ല നമ്മൾ എഴുതുന്നത്. ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോവട്ടെ, എനിക്ക് അതിലൊരു മാറ്റമൊന്നും വേണ്ട എന്നിട്ട് ഇങ്ങനെ ജന്മം നൽകിയ ആ ശക്തിയെ പഴിച്ചുകൊണ്ട്, കാരണം നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് അവിടെ വിഷമം വരും. തറ കെട്ടിയൊക്കെ നിൽക്കുന്ന, വീടുണ്ടാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു സെന്റ് ഭൂമി വാങ്ങാൻ കഴിയാതെ ഇങ്ങനെ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുണ്ട്. ഒരുപാട് ആളുകൾ. എന്നാലോ നമ്മുടെ ചുറ്റിലും പല ബിസിനസ്സുകൾ ചെയ്യുവാനും പലതിനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ട് ചിന്ത പോവാത്തത് കാരണം നമുക്ക് അങ്ങനത്തെ ഒരു എന്തും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ, ഒരു സംഗതിയും നമുക്ക് തുടങ്ങാൻ കഴിയാതെ നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിരാശയും ദുഃഖവും സങ്കടവുമായി കൊണ്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് സമ്പത്തുണ്ടാവാൻ, പണമുണ്ടാവാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളിലേക്ക് പണം എത്താൻ ഉള്ള ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ മെഡിറ്റേഷൻ ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നട്ടൽ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടക്കുക. ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക. ഒരു നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ
നേരിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അടിവയറ്റിലെത്തുന്നത് വരെ റിലാക്സ് ആയിക്കൊണ്ട് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നന്നായി നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഓക്സിജൻ കലർന്ന വായു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിലാക്സ് ആയി അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. കണ്ണുകൾ അടക്കണം. ഇത് കഴിയുന്നത് വരെ കണ്ണുകൾ അടക്കണം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നാവ് വായ ക്ലോസ് ചെയ്യുക. അടച്ചുകൊണ്ടാണ് നാവ് മേലെണ്ണാക്കിൽ തട്ടിക്കുക, വായ അടക്കുക. അടിവയറ്റിലെത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായ തുറന്നുകൊണ്ട് ഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നതായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ. നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ വായു ആവശ്യമാണെന്ന് ചിന്ത കൊടുക്കുക. അത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്, ഉള്ളിലേക്ക് എടുക്കേണ്ടത്. നന്നായി ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഇൻ. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും എന്തൊക്കെയാണോ കെട്ടിപ്പുള്ളത്, ആവശ്യമില്ലാത്ത പല കെട്ടിപ്പും നമ്മുടെ ഉള്ളിലുണ്ട്, അതൊക്കെ പുറത്തേക്ക് പോകുന്നതായി ചിന്തിക്കുക. ബ്രീത്ത് ഔട്ട്. ഇനിയും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ വിഷമങ്ങളും പുറത്തേക്ക് പോകുന്നതായി ചിന്തിക്കുക. എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കുറെ വിഷമങ്ങൾ, നമ്മൾ അറിയാതെ കൊണ്ട് നടക്കുന്ന പല വിഷമങ്ങളുണ്ട്, അതൊക്കെ പുറത്തേക്ക് പോകുന്നതായി ചിന്തിക്കുക. ഒന്നുകൂടി. ബ്രീത്ത് ഇൻ. നന്നായി അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഔട്ട്. ശ്വാസം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്റെ ഭാവി, നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ സൃഷ്ടിച്ച ആ ശക്തിക്ക് അറിയും. അതുകൊണ്ട് എന്റെ ഭാവി എന്നെ സൃഷ്ടിച്ച ആ ശക്തിയിൽ ഞാൻ അർപ്പിക്കുന്നു. എനിക്കെല്ലാം ആ ശക്തി നന്മയിലാക്കി തരും എന്നുള്ള ചിന്ത കൊടുക്കുക. ബ്രീത്തിങ്. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്റെ ശരീരത്തിന്റെ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് വേണം. ഈ ജീവന്റെ തുടിപ്പ് എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അത്രയും പ്രാധാന്യം ഈ വായുവിന് എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്റെയും തന്റെ ഇണയുടെയും മാതാപിതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ആത്മീയ മോക്ഷം ലഭിക്കണമെന്നും
ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ കാരുണ്യം ലഭിക്കണമെന്നും മരണം വരെ ഒരു കാരണവശാലും അവർക്ക് പ്രയാസമുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവാതെ അനുഗ്രഹം കാരുണ്യം ലഭിക്കണമെന്ന് ചിന്ത കൊടുക്കുക. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിവിൻ പ്രകാശം പകർന്നു നൽകിയ നമ്മുടെ അധ്യാപകന്മാർ, അവർക്ക് അനുഗ്രഹം ലഭിക്കണമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് അവരെ ചിന്തിക്കുക, അനുഗ്രഹിക്കുക. ഒന്നുകൂടി ബ്രീത്തിങ്. നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം അടിവയറ്റിൽ എത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് സാവകാശം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച, നമ്മളോട് മോശമായി പെരുമാറിയ, നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ, ഫോർഗീവ് ചെയ്തു കൊടുക്കാൻ പ്രയാസമുള്ള കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവർക്ക് നല്ല ഒരു ജീവിതം, സന്തോഷമുള്ള, സമ്പത്തുള്ള, അനുഗ്രഹപൂർണമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവർക്ക് അനുഗ്രഹം ലഭിക്കണം. അവർ കാരണമാണ് നമ്മൾ ഇന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഉണ്ടായത്. പക്ഷെ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ പ്രശ്നത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ഒന്നുമല്ലാതെ ഒരു ചോദ്യചിഹ്നമായി കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഒന്നുകൂടി ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഇത്തരം ആളുകൾക്ക് ആത്മാർത്ഥമായി ക്ഷമിച്ച് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട്, നിങ്ങൾ അന്ന് എന്നോട് മോശമായി പെരുമാറിയതാണ് എൻ്റെ ലൈഫിൽ മാറ്റമുണ്ടായത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. അവർക്ക് പൂർണ്ണമായും ക്ഷമിച്ചു കൊടുക്കുന്നത് മനസ്സിൽ കാണാം. മനസ്സിൽ നമ്മൾ പറയാ, നിങ്ങളോട് എനിക്കൊരു വെറുപ്പില്ല, എനിക്ക് വിദ്വേഷമില്ല, ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്തു തരുന്നു, ഞാൻ ക്ഷമിക്കുന്നു എന്ന്. ഒന്നുകൂടി ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഉപകാരമുള്ള അറിവുകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അധികരിപ്പിച്ചു തരണം, ഉൾക്കാഴ്ച നൽകുന്ന അറിവുകൾ എൻ്റെ ലൈഫിൽ അധികരിപ്പിക്കണം എന്നുള്ള ചിന്ത കൊടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ. ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങളിലൂടെ ഒരു മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കാർ വാങ്ങണം, അല്ലെ വലിയ വീടുണ്ടാക്കണം, നല്ലൊരവസ്ഥയിൽ ജീവിക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം സഫലീകരിച്ചതായി ചിന്തിച്ചുകൊണ്ട്, ആ ആഗ്രഹം നടന്നതായി, നമ്മളൊരു പണക്കാരൻ അല്ലെ ഒരു പണക്കാരി ആയതായി നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മളോട് പറയാം. സമ്പത്ത് സൃഷ്ടിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. സമ്പത്ത് സൃഷ്ടിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ പണമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പണം നന്നായി ഇഷ്ടപ്പെടുന്ന, പണത്തെ നന്നായി ആഗ്രഹിക്കുന്ന പണമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പണത്തെ നന്നായി ഇഷ്ടപ്പെടുന്ന, പണം നന്നായി ആഗ്രഹിക്കുന്ന, പണം ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമായി മാറിയിരിക്കുന്നു. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന
കാന്തമായി മാറിയിരിക്കുന്നു. സമ്പന്നത എന്റെ ജന്മാവകാശമാണ്. സമ്പന്നത എന്റെ ജന്മാവകാശമാണ്. സമ്പന്നത എന്റെ ജന്മാവകാശമാണ്. പണം സുഗമമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പണം സുഗമമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം ധനം എപ്പോഴും എന്റെ പക്കലുള്ളതിന് നന്ദി. ആവശ്യത്തിലധികം ധനം എന്റെ പക്കൽ എപ്പോഴും എന്റെ പക്കൽ ഉള്ളതിന് നന്ദി. ആവശ്യത്തിലധികം ധനം എപ്പോഴും എന്റെ പക്കൽ ഉള്ളതിന് നന്ദി. എനിക്ക് പണം ഇഷ്ടമാണ്. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസത്തിന് കാരണം ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഭൂമിയിലേക്ക് പോരുമ്പോൾ എനിക്ക് സൃഷ്ടാവ് നൽകിയിട്ടുള്ള ആത്മശക്തി, ആത്മാവിനുള്ള ആ വിൽ പവർ, ആ കഴിവ്, പണമുണ്ടാക്കാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ ഉപയോഗപ്പെടുത്താത്തതാണ് ഇന്ന് ഞാൻ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. അതുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ എന്നിൽ ഏൽപ്പിക്കാതെ, എന്റെ ഉത്തരവാദിത്തമാണ് പണം ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു അറിവ് ഇല്ലാതെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പണത്തിന്റെ ക്ഷാമം ഞാൻ അറിയാതെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാതെ ഞാൻ എന്നെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉപ്പക്കും ഉമ്മക്കും പണമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് പണമില്ലാതായത് എന്നിങ്ങനെ ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ കൊണ്ടു നടന്ന് എൻ്റെ ഈ കഴിവിനെ മനസ്സിലാക്കാതെ ഞാൻ എന്നെ തന്നെ വേണ്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ചിന്തയിലൂടെ എത്തിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ സമ്പാദിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കാതിരുന്നതിന്റെ അറിവില്ലായ്മ കാരണം ഇത്തരം ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ ഞാൻ കൊടുത്തു പോയത്. എന്റെ ഉള്ളിലുള്ള കഴിവിനെ ഉപയോഗിക്കാതെയാണ് പണം മറ്റുള്ളവർ കൊണ്ടുവന്ന് തരേണ്ടതാണെന്നുള്ള വിശ്വാസം മനസ്സിൽ കൊണ്ടു നടന്ന് ഞാൻ ഇത്രയും പണത്തിന് പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നത്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം, എന്റെ തെറ്റിനെ ഞാൻ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി എന്നിൽ നിന്ന് വന്നിട്ടുള്ള ഈ തെറ്റുകൾക്ക് സോറി പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എത്രയോ നല്ല നല്ല ജീവിതങ്ങൾ, നല്ലൊരു അവസ്ഥയിൽ ജീവിക്കേണ്ട സാഹചര്യത്തെ ഞാൻ അറിവില്ലാതെ ഈ രൂപത്തിലേക്ക് എത്തിച്ചു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എന്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ സംഗതികളും നടന്നിട്ടുള്ളത് ഈ പണം ഉപയോഗിച്ചു കൊണ്ടാണ്. പക്ഷെ അതിനൊന്നും നന്ദി പറയാതെ ഒരു 10 രൂപയോ 1000 രൂപയോ 1,00,000 രൂപയോ കോടികളോ എൻ്റെ കയ്യിൽ ഉണ്ടായാലും അതിനൊന്നും ഞാൻ ഹൃദയം നിറയെ നിനക്ക് നന്ദി പറയാതെ, ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ കഴിവ് കൊണ്ടാണ് പണം ഉണ്ടാക്കിയതെന്ന ചിന്ത വെച്ചുകൊണ്ട്, ഈഗോ വെച്ചുകൊണ്ട് പിന്നീട് ഞാൻ ഒട്ടും പണമില്ലാത്തൊരു അവസ്ഥയിലേക്ക് തരം താഴേണ്ടി വന്നിട്ടുണ്ട്. അതും എൻ്റെ കുറ്റം കൊണ്ട് മാത്രമാണ്. എനിക്ക് നല്ലൊരു തിരിച്ചറിവ് ലഭിക്കാത്തത് കാരണം ഉള്ളതിന് നന്ദി പറയാൻ കഴിയുമ്പോൾ ഇല്ലാത്തതും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു തിയറി, പ്രപഞ്ചത്തിന്റെ തിയറി, ആകർഷണ സിദ്ധാന്തം മനസ്സിലാക്കാതെ ഞാൻ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉള്ളിൽ കൊണ്ടു നടന്ന് സുന്ദരമായ ജീവിതം ജീവിക്കുന്നതിന് പകരം കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമുള്ള ജീവിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നരകതുല്യമായ ജീവിതം ജീവിക്കുന്ന ഒരു അവസ്ഥ ഉള്ള എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താതെ നമ്മളുടെ ജീവിതത്തെ, നമ്മുടെ എനർജിയെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പണക്കാരനാവാൻ, ഒരുപാട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്
നമ്മളിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പിഴവുകളെയും സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നല്ലൊരു മാറ്റം ഉണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പണത്തെ അട്രാക്ട് ചെയ്യാൻ, ഉള്ള പണത്തിന് നന്ദി പറയാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിനെ നമ്മുടെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഈ 100 രൂപ ലഭിക്കുവാനുള്ള അവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ, അതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതിലൂടെ, ഇങ്ങനെ മനോഭാവം മാറ്റുന്നതിലൂടെ, നമ്മുടെ ചിന്തകൾ മാറുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് ജീവിതം മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ചിന്തകൾ മാറ്റിയതിലൂടെ എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം മെഡിറ്റേഷനുകളെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. അതുകൊണ്ട് എനിക്ക് നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതായി നമ്മൾ മനസ്സിൽ കാണാം. ഞാൻ സമ്പൽ സമൃദ്ധിയെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു. ഞാൻ പണക്കാരനാണ്, അല്ലെ പണക്കാരിയാണ്. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമ്പത്ത് ഇഷ്ടംപോലെ എന്റെ കയ്യിൽ ഇല്ലാത്തതാണ്. സമ്പത്തിന് പ്രയാസം നേരിടുന്നതാണ് എന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ വിഷമം. എനിക്ക് രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നു. അതുകൊണ്ട് പണം ഉണ്ടാവുക എന്നുള്ളത് എന്റെ ഒരു ജന്മാവകാശമാണ്. അതുകൊണ്ട് സമ്പത്തിനെ ഞാൻ നന്നായി ഇഷ്ടപ്പെടുന്നു. എന്റെ മനസ്സിൽ ഒരുപാട് പണം എന്നിലേക്ക് ഒഴുകുന്നതായി എനിക്ക് കാണാൻ സാധിക്കുന്നു. എന്റെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള അറിവുകൾ നേടി സാമ്പത്തികമായി പുരോഗതി നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും എന്റെ ചിന്തകൾ മുഴുവനും ഞാൻ എങ്ങനെ പണക്കാരനാവണം എന്നുള്ളത് മാത്രമാണ്. ഇതുവരെ ചിന്തിച്ചത് ഞാൻ എങ്ങനെ രോഗിയാവണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് എനിക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ട് രോഗമുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ ആഗ്രഹിക്കാതെ ഞാൻ എത്തിയിട്ടുണ്ട്. എന്റെ ചിന്തകളിലൂടെ ഒരു വേദന പുറത്തൂടെ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മാരാരോഗങ്ങളാണോ എന്നാണ്. അതിലൂടെ എനിക്ക് വാല്യബിളായ ഈ ചിന്തയെ ഞാൻ വേണ്ടാത്തതിലേക്ക് നീക്കിക്കൊണ്ട് അസ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം എന്റെ മുന്നിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മാറ്റം വരണം. എന്റെ ജീവിതം എനിക്ക് ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് പണം അതിന്റെ ഒരു ഘടകമാണ്. പണം എന്നിലേക്ക് ഒഴുകുന്നതായി ഞാൻ ഇപ്പോൾ എന്റെ മനസ്സിൽ കാണുന്നു. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇനി ഒരു 2 മിനിറ്റ് നമ്മുടെ മേശയിലും ബാഗിലും പേഴ്സിലും എല്ലാം നിറയെ 500ന്റെ നോട്ടുകളും ഇഷ്ടം പോലെ പണവും ഉള്ളതായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണാം. ഒരു മിനിറ്റ് സമയമല്ല, നന്നായി മനസ്സിൽ കാണാം. എനിക്ക് അത്ഭുതം വരാറുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഞാൻ ഈ അറിവ് ലഭിച്ചതിന് ശേഷമാണ് അങ്ങനെ എന്റെ മനസ്സിൽ കാണാൻ തുടങ്ങിയത്. അത് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് മാറുകയും ചെയ്തു.
നമ്മൾ പ്രതീക്ഷിക്കാതെ ഇഷ്ടം പോലെ നമ്മൾ വിചാരിക്കാത്ത അവസ്ഥയിലൂടെ നമ്മളിലേക്ക് പണം വരുന്നതും നമ്മുടെ പേഴ്സിലും ബാഗിലും എവിടെയൊക്കെയാണോ നമ്മൾ പണം വെക്കുന്നത് അവിടെയൊക്കെ ഒരുപാട് നോട്ടുകൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ, നമ്മൾക്ക് ലഭിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കാം. ഓക്കെ, ഒന്നുകൂടി നന്നായി ഈ ഫീലിങ്സോർക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇന്ന് രാത്രി ഇങ്ങനെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ്, ഇതൊക്കെ നമുക്ക് നേടാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് ഒരു 3 ദിവസത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഫീസ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി എല്ലാവരും കൈകൾ നന്നായിട്ട് വാമപ്പ് ചെയ്യാം. പരസ്പരം നന്നായി 2 കൈകളും ചൂടാവുന്നത് വരെ വാമപ്പ് ചെയ്തതിന് ശേഷം നന്നായി എന്നിട്ട് നമ്മുടെ 2 കണ്ണുകളിലും മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ തടവിക്കൊണ്ട് എന്റെ ലൈഫിലൊക്കെ ഇത്തരം ടെക്നിക്കുകളോട് പ്രയോഗിച്ചപ്പോഴാണ് പണത്തിന്റെ കാര്യത്തിൽ മാറ്റം വന്നത്. അപ്പം അത് നിങ്ങൾക്കും ലഭിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ക്ലാസ്സുകൾ വെക്കുന്നത്. നമ്മുടെ സമയം ഉപയോഗിക്കുന്നതിന് നമുക്ക് അതിനൊരു വില വേണമല്ലോ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇന്ന് രാത്രിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുക. ഓക്കെ, എന്താണ് ഫീൽ ചെയ്തത്? ശുക്രൻ, താങ്ക്സ്. ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഇത് കണ്ടിട്ടാണ് ഞാൻ മറുപടി പറയുന്നത് കേട്ടോ. റിട്ടേൺ മെസ്സേജ് ഓക്കെ, ഞാൻ നോട്ട് ഓഫാക്കിയിട്ടുണ്ട്. ഇനി എന്തേ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? വെൽക്കം, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എന്റെ നമ്പർ വേണമെങ്കിൽ എഴുതിക്കോളി, അറിയാത്തവർക്ക് കിട്ടും. 90 48 71 70 75. നമ്മളെയൊക്കെ നാട്ടില് സെൻസസ് എടുത്താല് പണമില്ലാത്തവരാണ് 90%. പണത്തിന്റെ കാര്യത്തിൽ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് പല രോഗങ്ങളുമായി കൊണ്ട് ആശുപത്രികൾ കയറി ഇറങ്ങുക. അതിന് വേറെ പൈസ ഉണ്ടാക്കണം. പിന്നെ അപ്പോ അതിനൊക്കെ ഒരു മാറ്റം വരാനാണ് നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ സമൂഹത്തോട് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ നമുക്കും സാധ്യമാകുന്ന സംഗതിയാണ്. ഓക്കെ, ഓഫാക്കട്ടെ, ടൈം വൈകി. വലൈക്കും സലാം.